കേരള പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ സേനയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് സീനിയർ ഉദ്യോഗസ്ഥനെ ജൂനിയർ മർദ്ദിച്ച സംഭവവും, വിഴിഞ്ഞത്ത് CPM പ്രാദേശിക നേതാവ് പോലീസുകാരെ തല്ലിയ കേസിൽ നിസാര വകുപ്പുകൾ ചുമത്തി വിട്ടയച്ചതും സേനയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഭരണകക്ഷിയിൽപ്പെട്ടവരും സ്വന്തം സഹപ്രവർത്തകരും ഒരുപോലെ പോലീസിനെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന ആക്ഷേപം ശക്തമാണ്. പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ഡ്യൂട്ടിയിലായിരുന്ന മ്യൂസിയം സ്റ്റേഷനിലെ സീനിയർ CPO വിശാഖിനാണ് സ്വന്തം ജൂനിയറിൽ നിന്ന് മർദ്ദനമേറ്റത്. VIP സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നോ പാർക്കിംഗ് ഏരിയയിൽ കിടന്ന കാർ മാറ്റിയിടാൻ നിർദ്ദേശിച്ചതായിരുന്നു മർദ്ദനത്തിന് കാരണം. കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് ഭക്ഷണം നൽകാനായി ആസ്ഥാനത്ത് നിന്നെത്തിയ 2023 ബാച്ചിലെ നവപോലീസുകാരൻ കിരൺ 15 വർഷം സർവീസിലുള്ള വിശാഖിന്റെ നെഞ്ചിൽ കൈമുറുക്കി ഇടിക്കുകയായിരുന്നു. പട്ടാപ്പകൽ റോഡിലിട്ട് സീനിയർ ഉദ്യോഗസ്ഥനെ തല്ലിയ കിരണിനെതിരെ മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പണിയെടുക്കാതെ സ്വാധീനം ഉപയോഗിച്ച് സുഖസൗകര്യങ്ങളുള്ള ഡ്യൂട്ടി നേടിയെടുക്കുന്ന പുതിയ തലമുറയിലെ ചില ഉദ്യോഗസ്ഥർക്ക് യൂണിഫോമിനോടോ സഹപ്രവർത്തകരോടോ ബഹുമാനമില്ലെന്ന ആക്ഷേപം ഇതോടെ ശക്തമായി. അതേസമയം വിഴിഞ്ഞം മുല്ലൂരിലെ ക്ഷേത്രോത്സവത്തിനിടെ പോലീസുകാരെ മർദ്ദിച്ച് CPM ലോക്കൽ സെക്രട്ടറി മുക്കോല സന്തോഷിനെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതാണ് മറ്റൊരു വിവാദം. ഗാനമേളയ്ക്കിടെ ഗതാഗത തടസ്സമുണ്ടാക്കിയവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ച SI വിനോദ് കുമാർ, CPO വിനയ് കുമാർ എന്നിവർക്കെതിരെയാണ് CPM സംഘം ആക്രമണം നടത്തിയത്. മർദ്ദനമേറ്റ വിനയ്കുമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തണമെന്ന നിയമം നിലനിൽക്കെ പ്രതി ഭരണകക്ഷി നേതാവായതോടെ നിസാര വകുപ്പുകൾ മാത്രം ചുമത്തി വിട്ടയക്കുകയായിരുന്നു. തിരുവനന്തപുരം മാളിൽ വെച്ച് പോലീസുകാരനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്ക് ലഭിച്ച അതേ പ്രത്യേക പരിഗണന വിഴിഞ്ഞത്തെ നേതാവിനും ലഭിച്ചതോടെ താഴെത്തട്ടിലുള്ള പോലീസുകാർക്കിടയിൽ അമർഷം പുകയുകയാണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രതിയെ വിട്ടയക്കുന്നത് പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്ന നടപടിയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഭരണകക്ഷി ഗുണ്ടകളിൽ നിന്ന് പോലും സംരക്ഷണമില്ലാത്ത അവസ്ഥയാണിന്ന്. പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരം വിഷയങ്ങളിൽ പുലർത്തുന്ന മൗനവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഭരണകക്ഷിയിലെ സംഘടനകൾക്കിടയിൽപ്പെട്ടവർ പോലീസിനെ ആക്രമിക്കുമ്പോൾ നേതാക്കൾ കണ്ണടയ്ക്കുന്നത് സാധാരണക്കാരായ ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. സ്വന്തം സഹപ്രവർത്തകർക്ക് പോലും നീതി ഉറപ്പാക്കാൻ സാധിക്കാത്ത ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് സേനയുടെ അച്ചടക്കത്തെയും പ്രവർത്തനത്തെയും ബാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർക്കിടയിലെ സംസാരം.